വാ പോയ കോടാലി പോലെയായിരിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ ആകെ മൊത്തം കുരുങ്ങിക്കിടക്കുകയാണ്. പാലക്കാട് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ 8 നിലയിൽ പോട്ടി. ചരിത്ര ഭൂരിപക്ഷം നേടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക്. 18,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുലിന് ലഭിച്ചത്. കൃഷ്ണകുമാർ 2ാം സ്ഥാനത്ത് വന്നെങ്കിലും 3ാം സ്ഥാനത്തെത്തിയ സരനുമായുള്ള വോട്ട് വ്യത്യാസം വെറും 2000-ത്തിൽ താഴെയാണ്. ചുരുക്കത്തിൽ ബി ജെ പിയുടെ പാലക്കാടൻ കോട്ട തകർന്നു. നഗരമേഖലയിൽ ശക്തമായ മുന്നേറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായത്. കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു വലിയ ഒരു ഭൂരിപക്ഷം. പക്ഷേ അതിന് നിരവധി കാരണങ്ങളുണ്ട്. സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റമാണ് കാരണമെന്ന് കുറച്ച് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല അവിടെ നിയന്ത്രിച്ച പ്രധാന കാരണം. SDPI വോട്ടുകൾ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിന് മറഞ്ഞു. SDPI കുറെ കാലമായി നിർജീവമാണെന്ന ധാരണ ഇടതിനും വലതിനും ഉണ്ടായിരുന്നു. പലപ്പോഴും SDPI അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിനു പിന്നിൽ SDPI ആയിരുന്നു. കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിന് പിന്നിൽ SDPI ആയിരുന്നു. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് SDPI വോട്ടുകൾ ഒന്നടങ്കം CPM സ്ഥാനാർത്ഥിക്ക് പോയി. താമരയുടെ ആകെയുള്ള തണ്ടൊടിഞ്ഞ നേമത്ത് SDPI വോട്ടുകൾ കിട്ടിയത് ഇപ്പോഴത്തെ മന്ത്രിയായ B ശിവൻകുട്ടിക്കാണ്, CPM-നാണ്. SDPI അതിന് പറയുന്ന ഒരു ന്യായമുണ്ട്. എവിടെ BJP ജയിക്കുന്നുവോ അവിടെ അവരുടെ എതിർ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടിയുള്ള വോട്ടുകൾ തങ്ങൾ മറിക്കും. പാലക്കാട് BJPയും രാഹുൽ മാങ്കൂട്ടത്തിലും സരനും തമ്മിൽ, കൃഷ്ണകുമാറും രാഹുൽ മാങ്കൂട്ടത്തിലും സരനും തമ്മിൽ ത്രികോണ മത്സരമായിരുന്നു. പക്ഷെ അവസാന ലാപ്പിൽ സന്ദീപ് വാര്യരെ കൊണ്ടുവന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കുതിച്ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്ന സൂചന ശക്തമായി. ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്ത് BJPയെ പരാജയപ്പെടുത്തുക, അതാണ് SDPI പാലക്കാട് സ്വീകരിച്ച അടവ് നയം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ ജയിപ്പിച്ചതിൽ ഒരു ഘടകം SDPI വോട്ടുകളാണ്. SDPI വോട്ടുകൾ ഒന്നടങ്കം V ശിവൻകുട്ടിക്ക് വീണു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഉജ്ജ്വല വിജയം നേടിയതിനു പിന്നിലും SDPI വോട്ടുകളുണ്ട്. അവരത് സമ്മതിച്ചു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് SDPI വോട്ടുകൾ ശശി തരൂരിന് അനുകൂലമായി വീണു. പന്നേൻ രവീന്ദ്രനെ കൊണ്ടൊരു കാര്യവുമില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ വോട്ടുകൾ 10,000-ത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ ജയിച്ചു കയറിയത്. ടൈറ്റ് ഫൈറ്റിനൊടുവിലാണ് ശശി തരൂർ ജയിച്ചു കയറിയത്. അതിന് അടിസ്ഥാനമായി പ്രവർത്തിച്ചത്, BJPയുടെ അടിവേരിളക്കാൻ പ്രവർത്തിച്ചത് SDPI വോട്ടുകളാണ്. SDPI ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമായി മാറുകയാണ്. അവർ ഇപ്പോൾ വലിയ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. പക്ഷേ അവർ കൃത്യമായി ഒരു കേഡർ സംവിധാനമായി പ്രവർത്തിക്കുന്നു. അതാണ് പാലക്കാട് സംഭവിച്ചത്.